വെനസ്വലയുടെ ജനപ്രിയ നേതാവ് ഹ്യൂഗോ ഷാവേസിനെതിരായ പരാജയപ്പെട്ട അട്ടിമറിയെ പിന്തുണച്ചയാൾ. 2018 മറ്റൊരു ഇടത് നേതാവ് മഡൂറോയെ പുറത്താക്കാൻ നെതന്യാഹുവിനോട് സഹായം ആവശ്യപ്പെട്ടയാൾ. അതിതീവ്ര വലതുപക്ഷത്തിന്റെ കണ്ണും കരളുമായവൾ. ആരാണ് നൊബേൽ ജേതാവ് മരിയ കൊറീന മച്ചാഡോ? 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ളവർ ഒന്ന് പുഞ്ചിരിച്ചു. ഭാഗ്യം, ലോക സമാധാനത്തിന്റെ അപ്പോസ്തലനായി സ്വയം അവരോധിച്ച് മേനി നടിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചില്ലല്ലോ എന്നതായിരുന്നു അവരുടെ സമാധാനം. എന്നാൽ അധികം വൈകാതെ പുഞ്ചിരി അങ്ങ് മാഞ്ഞു. തനിക്ക് ലഭിച്ച നൊബേൽ പുരസ്കാരം ഡൊണാൾഡ് ട്രംപിന് സമർപ്പിക്കുകയായിരുന്നു മച്ചാഡോ. ലോകം കണ്ട ഏറ്റവും വലിയ വലതുപക്ഷവാദിയായ ട്രംപിന് മറ്റൊരു തീവ്ര വലത് സഹയാത്രികയുടെ അംഗീകാരം. വെനസ്വേലയിലെ മഡൂറോ സർക്കാരിനെതിരെ നിലകൊള്ളുകയും അവിടെ ജനാധിപത്യത്തിന് വേണ്ടി പോരാടുകയും ചെയ്തതിനാണ് മച്ചാഡോയ്ക്ക് പുരസ്കാരം ലഭിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വാദങ്ങളിലൊന്ന്. വെനസ്വേലയിലെ ഏകാധിപത്യ ഭരണാധികാരികൾക്കും ഭരണകൂടത്തിനുമെതിരെ അക്ഷീണ പോരാട്ടം നടത്തുന്ന ജനാധിപത്യ പോരാളിയാണ് മച്ചാഡോ എന്നെല്ലാമാണ് ഇത്തരക്കാർ വാചാലരാകുന്നത്. എന്നാൽ അവർ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. മച്ചാഡോയുടെ അതിതീവ്ര വലതുപക്ഷ നിലപാടുകളാണത്. വംശഹത്യ നടത്തുന്ന ഇസ്രായേൽ എന്ന അപ്പാർത്തിയുടെ രാജ്യത്തെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നവരിൽ എല്ലായ്പ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പേരുകാരിയാണ് മരിയ മച്ചാഡോ. വെനസ്വേലയിൽ തങ്ങളുടെ പാർട്ടി അധികാരത്തിലെത്തിയാൽ ഇസ്രായേലിലെ വെനസ്വേലൻ എംബസി ജെറുസലേമിലേക്ക് മാറ്റും എന്നതായിരുന്നു ഇവരുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന്. 2018 നിക്കോളാസ് മഡൂറോയെ പുറത്താക്കാനുള്ള സൈനിക ഇടപെടലുകൾക്കായി UN രക്ഷാസമിതിയുടെ പിന്തുണ തേടി അവർ നെതന്യാഹുവിന് കത്തെഴുതിയിരുന്നു. 2 വർഷങ്ങൾക്കിപ്പുറം മച്ചാഡോയുടെ അതിതീവ്ര വലതുപക്ഷ പാർട്ടിയായ വെൻഡെ വെനസ്വേല ഇസ്രായേലിലെ അതിതീവ്ര വലതുപക്ഷമായ നെതന്യാഹുവിന്റെ ലിക്കുഡ് പാർട്ടിയുമായി ഔപചാരികമായ കരാറുകൾ ഉണ്ടാക്കി. നവനാസികൾ ഉൾപ്പെടുന്ന യൂറോപ്പിലെ അതിതീവ്ര വലതുപക്ഷ പാർട്ടികളുടെയും സഖ്യകക്ഷി കൂടിയാണ് നോർവീജിയൻ നോബൽ കമ്മിറ്റി സമാധാനത്തിനുള്ള പുരസ്കാരം നൽകി ആദരിച്ച മച്ചാഡോ എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അമേരിക്കൻ ശതകോടീശ്വരന്മാർക്ക് കണ്ണിന് പിടിക്കാത്ത ഗവൺമെന്റുകൾക്കെതിരെ ഭരണമാറ്റ ഓപ്പറേഷനുകൾ പ്രോത്സാഹിപ്പിക്കുന്ന CIA പിന്തുണയുള്ള സ്ഥാപനം നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ഡെമോക്രസിയിൽ നിന്ന് അവരുടെ സുമാത്തെ എന്ന NGOയ്ക്ക് ഗ്രാന്റുകൾ ലഭിച്ചിട്ടുണ്ട്. 2024 വെനസ്വേലൻ സർക്കാരിനെ അട്ടിമറിക്കാൻ ഇവർ ട്രംപിനോടും സഹായം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഭരണവിരുദ്ധ വികാരമുണ്ടാക്കി വെനസ്വേലൻ ജനതയെ തെരുവിലിറക്കാൻ മച്ചാഡോയ്ക്ക് അവരുടെ വെൻഡെ വെനസ്വേല എന്ന പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. എപ്പോഴെല്ലാം അമേരിക്കൻ സ്പോൺസേഡ് റെജീം ചേഞ്ച് ശ്രമങ്ങൾ വരുന്നുവോ അപ്പോഴൊക്കെ തങ്ങളുടെ സോഷ്യലിസ്റ്റ് സർക്കാരിനെ സംരക്ഷിക്കാൻ ജനങ്ങൾ അണിചേർന്നു. ആ പടയണിയിൽ പ്രധാനമായും അണിചേർന്നത് സ്ത്രീകളുടെ വലിയൊരു നിരയാണ്. അതിന് കാരണം തൊഴിലിന്റെ രൂപത്തിലും ദരിദ്ര നിർമ്മാർജ്ജനമായും അയൽപ്പക്ക സംഘങ്ങൾ ഉണ്ടാക്കിയും വായ്പ നൽകിയും ചെലവില്ലാത്ത വിദ്യാഭ്യാസം ഉറപ്പാക്കിയും സാമൂഹിക സമത്വം നൽകിയുമെല്ലാം ഈ സോഷ്യലിസ്റ്റ് സർക്കാരുകൾ അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആ രാജ്യത്തെ ജനതയ്ക്ക് കൃത്യമായി തന്നെ അറിയാവുന്നതുമാണ്. സോഷ്യലിസ്റ്റ് സർക്കാരിന്റെ ഈ നേട്ടങ്ങളൊക്കെ തകർക്കാനും രാജ്യത്തെ പഴയ പോലെ ഒരു കൂട്ടം ഒളിഗാർക്കുകൾക്ക് കൊള്ളയടിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ അമേരിക്കയും രാജ്യത്തിലെ സമ്പന്നവർഗവും ചേർന്ന് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായി അവർ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു. NGO ഫണ്ടിങ്ങിലൂടെയും മറ്റും കളർ റെവല്യൂഷൻ നടത്താൻ ശ്രമിക്കുന്നു. എന്തിന്, നിലവിൽ യുദ്ധം ചെയ്ത് തകർക്കുമെന്ന് പോലും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു. ഈ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനാണ് ജനാധിപത്യ സംരക്ഷണം എന്ന പേരിൽ ഇപ്പോൾ മച്ചാഡോയ്ക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. വെനസ്വേലയിൽ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള മച്ചാഡോ എന്ന അമേരിക്കൻ ട്രോജൻ കുതിര ഇനി ഏകാധിപത്യത്തിനെതിരെ പോരാടിയ ജനാധിപത്യം പുലർത്താൻ അക്ഷീണം പ്രയത്നിച്ചവൾ എന്നറിയപ്പെടും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ട്രംപിന് നോബൽ സമ്മാനം കിട്ടിയതുപോലെ തന്നെ.